നമസ്കാരം. ഒരു പെണ്ണ്, അത് ഈ സംഗീകളുടെ സ്വരമാണ് അതിനകത്ത് കേട്ടത്. സംഗിണി അവരുടെ സ്വരമാണ് അതിനകത്ത് കേട്ടത്. കൊച്ചിയിലാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ഹോട്ടലിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും: എൻ്റെ മാംസം ചീഞ്ഞതാണ്, അലിഞ്ഞതാണ്. അതുകൊണ്ട് നല്ലതൊന്നും തേടി എൻ്റെ ഹോട്ടലിലേക്ക് വരണ്ട. എൻ്റെ മാംസം പഴക്കം ചെന്നതാണ്, ചീഞ്ഞതാണ്, അളിഞ്ഞതാണ്. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു പറച്ചിലാണ് ഉണ്ടായിട്ടുള്ള അവിടെ. ബോർഡ് വെച്ചു അവിടെ നല്ലതായിട്ടുള്ള സാധനങ്ങൾ അതിവിടെ നിഷിദ്ധമാണ് എന്നർത്ഥം. നമ്മുടെ സമൂഹം അനുവദിച്ച സാധനങ്ങളുണ്ട്, അതൊന്നും അവിടെ കിട്ടില്ല. അപ്പം ഈ പെണ്ണിൻ്റെ അവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്തായിരിക്കും മനസ്സിലായിരുന്നു. അതിൻ്റെ ക്വാളിറ്റിയും അവർ തന്നെ പറഞ്ഞു: എൻ്റെ മാംസം ചീഞ്ഞതാണ്, അളിഞ്ഞതാണ്. നിങ്ങളധികം കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതാണ് സംഭവം. ഹിന്ദുവിൻ്റെ പുതിയ രക്ഷക വന്നിരിക്കുകയാണ്. ആകെ മൊത്തം ടോട്ടലായിട്ടുള്ള ഹിന്ദുക്കളോടാണ്, എന്നോടടക്കം ആണ് പറയുന്നത്, രക്ഷപ്പെടാൻ നോക്കാൻ. ഹിന്ദുവിനോടാണ് പറയുന്നത് രക്ഷപ്പെടാൻ നോക്കാൻ. ഞാൻ തൃശ്ശൂരിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാലത്തിൽ കേരള കോളേജിലാണ് പഠിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എക്സ്ട്രാ മണി വന്നു കഴിഞ്ഞാൽ, ഞാനുണ്ട്, ഒരു മോഹൻ സിംഗ് ഉണ്ട്, പിന്നെ പുഷ്പാങ്കദൻ, ചന്ദ്രമോഹനൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ. അപ്പം എന്തെങ്കിലും കയ്യിൽ എൻ്റെ ഒരു 5 രൂപ, അവൻ്റെ ഒരു 10 രൂപ, വേറെ ആളുടെ 5 രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെയും കൂടിയിട്ട് എന്താ പറയുന്നത് അറിയോ? അപ്പം ഞങ്ങളൊക്കെയും പച്ചക്കറി തീറ്റക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ പറയുക, നമുക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കാം എന്നാണ് പറയുക. ചോറ് കഴിക്കാൻ വലിയ താല്പര്യമില്ല. നല്ല ഡ്രസ്സിങ് ധരിച്ച് പിടിച്ച് ചോറ് കഴിക്കുമ്പോൾ എങ്ങനെയായാലും ചിലപ്പോൾ ഇവിടെയെങ്കിലും വീഴും സാമ്പാർ. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി അതിന് പോകുന്ന ഹോട്ടല് സഫയർ ഹോട്ടലായിരുന്നു. അത് ഇന്നും അവിടെയുണ്ട്. അതായത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന മൂലയ്ക്കായിട്ട് ഇന്നും അവിടെയുണ്ട്. അവിടെ കയറുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒപ്പം പഠിച്ചത് ബ്രാഹ്മിൻ കുട്ടികൾ വരെ അവിടെ കയറാറുണ്ട്. അവരാദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കും, എന്നിട്ടാണ് ചോദിക്കുക എന്താണ് വേണ്ടത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ അതിൻ്റെ മുഖമുദ്ര വൃത്തിയും വെടുപ്പുമാണ്. വൃത്തിയും വെടുപ്പും. അവരുടെ പെരുമാറ്റവും. ഇന്ന് ക്യാഷിലിരിക്കുന്ന ആളായിരിക്കും നാളെ സപ്ലൈ ചെയ്യുക, നാളെ സപ്ലൈ ചെയ്യുന്ന ആളായിരിക്കും മറ്റൊന്ന് അവിടെ ക്ലീൻ ചെയ്യുക, ആ ക്ലീൻ ചെയ്യുന്ന ആളായിരിക്കും മറ്റൊന്ന് അവിടെ മാനേജർ. വലിപ്പച്ചെറുപ്പങ്ങളില്ല. എല്ലാവരും വെള്ള വസ്ത്രം, അവനാശമായിട്ട് മുടിയും നീട്ടി വളർത്തി അങ്ങനെയുള്ള കാര്യങ്ങളില്ല. വെള്ളത്തിൻ്റെ ഗ്ലാസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമ്മളത് നോക്കിയിരിക്കും. സത്യമാണത്, വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. അവർ തരുന്ന ഏതൊരു തരം ഭക്ഷണമാണെങ്കിലും, അവിടെ നോൺ വെജിറ്റേറിയൻ ഉണ്ട്, അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എഗ് ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അവരുടെ മുഖമുദ്ര വീണ്ടും പറയട്ടെ, വൃത്തിയും വെടുപ്പാണ്. ഹലാൽ, അതാണ് ഹലാൽ. വൃത്തിയും വെടുപ്പുള്ള ഭക്ഷണം, വൃത്തിയായിട്ട് പാചകം ചെയ്ത ഭക്ഷണം, ഈശ്വരനെ വിചാരിച്ച് പാചകം ചെയ്ത ഭക്ഷണം. ഇത് ഈ ഹോട്ടൽ നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീട്ടുകാർക്ക്, ഞങ്ങൾ അതിൻ്റെ മുതലാളിമാരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന ആളുകൾ, അവർക്കും കൂടി വേണ്ടിയിട്ടത്.
അവർ ആ ഹോട്ടലിൻ്റെ കിച്ചനകത്ത് എന്തെങ്കിലുമൊക്കെയും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമ്മളറിയില്ല. പക്ഷേ അവരത് ചെയ്യില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? അതിൻ്റെ ഉറപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ മുഖത്തു നിന്ന് കണ്ടാൽ അറിയാം, ആ ലാളിത്യം കണ്ടാൽ അറിയാം, ആ കുലീനത കണ്ടാൽ അറിയാം, അന്തസ്സും ആഭിയാത്യവും തറവാടിത്തം കണ്ടറിയാതെ തന്നെ. ഇന്നും ഹോട്ടൽ അവിടെയുണ്ട്. ഞാനീ പറയുന്നത് 50 വർഷം മുമ്പിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്നും ഹോട്ടൽ അവിടെയുണ്ട്. അവർ മറ്റൊരു ഹോട്ടലാണ് ഭാരത് ഹോട്ടൽ. അവിടെ പിന്നെ പച്ചക്കറി മാത്രമേ കിട്ടുള്ളൂ. അവിടെ നിന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല ഇത് ശുദ്ധവും സൗമ്യമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലം എഴുതി വെച്ചിട്ടില്ല. പക്ഷേ വൈകുന്നേരം അവിടെ ചെന്ന് നോക്കുക, ആ തൃശ്ശൂരിലുള്ള പ്രാഞ്ചേട്ടന്മാരെന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനികൾ അടക്കമുള്ള ആൾക്കാർ ചില ദിവസം പറയും നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അവിടെ ചൈനീസ് ഫുഡൊക്കെ കിട്ടും. ചൈനീസ് ഫുഡ് ഞാൻ മറ്റേ ഈ എന്തായാലും പറയുക, മറ്റേ വലിയ മംഗലിക്കകത്ത് ചൂടായിട്ട് അതിലൊക്കെ ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ശൈലികളൊക്കെയും കിട്ടും അവിടെ. ഗുജറാത്തി ഫുഡ് കിട്ടും, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. അതിൻ്റെ നടത്തിപ്പുകാരൻ അവർ കുറച്ച് ആൺകുട്ടികളാണ്, പ്രായം ചെന്ന ആൾക്കാർ. എൻ്റെ പ്രായമുള്ളതാണ്, പക്ഷെ എൻ്റെ പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട് അവിടെ, രാജ്കുമാർ. അങ്ങനെയാണ് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുക. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് 60, 62, 63 വയസ്സുണ്ടാവും. അതിൻ്റെ ബേസിൽ ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. അവർ ഓരോ 2, 3 മണിക്കൂർ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ആ തറ പോലും കഴുകുന്നുള്ളതാണ്. അവിടുന്ന് കൊണ്ടിരുന്ന ഭക്ഷണം അത് 100% വീട്ടിൽ പോലും വെക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഭയപ്പെടണം. അറിയാതെ തുറന്നു വയ്ക്കുമ്പോൾ അതിനകത്ത് വല്ല ഉറുമ്പോ വല്ല വീണിട്ടുണ്ടോ. ഇവിടെ അത് ചെയ്യില്ല. ഇങ്ങനെ ഫുഡ് തയ്യാറാക്കുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് ഹലാൽ ഫുഡ് എന്നുള്ളത്. വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടി ഈ ഫുഡ് കഴിക്കുന്ന ആൾക്ക് നല്ല വരണേ ഭഗവാനെ, അവരുടെ ശരീരം പുഷ്ടിപ്പെടണേ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അത് ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ മനസ്സിലുറപ്പിച്ചുകൊണ്ട്, മുസ്ലിംസ് ആണെങ്കിൽ അള്ളാഹ് എന്ന് വിളിച്ചുകൊണ്ട്, ക്രിസ്ത്യാനികളാണെങ്കിൽ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഹിന്ദുക്കളാണ് കൃഷ്ണ ഗുരുവായൂരപ്പ നല്ലതായിട്ട് വരണേ. കൃത്യമായിട്ട് പറയുന്നുണ്ട്. തൈത്രിയോപനിഷത്തിൽ ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആഹാരം പ്രിപ്പറേഷൻ, അത് കഴിക്കുന്നത്, ആഹാരം ഒരിക്കലും കളയരുത്, ആഹാരത്തെ പുച്ഛിക്കരുത്. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതാണ് ഈ ലോകത്തിൽ പരലോകത്തിൻ്റെ കാര്യമല്ല. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം അതാണ്, ആഹാരമാണ്. ആയതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടി, നല്ല വിചാരത്തോടു കൂടിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പേരാണ് ഹലാൽ ഭക്ഷണം എന്നുള്ളത്. ഈ പെണ്ണുമ്പിള്ള എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ഹലാൽ ഭക്ഷണം ഇവിടെ നിഷിദ്ധമാണ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ? മുസ്ലിങ്ങളുടെ ഹോട്ടൽ, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഹോട്ടലൊക്കെ നിങ്ങൾ കാണാപ്പാടാണ്. ബിസ്മില്ല ഹോട്ടൽ ആരുടെയാണ്? സഫിയർ ഹോട്ടൽ മുസ്ലിങ്ങളുടെയാണ്. അവിടെയൊന്നും ഹലാൽ ഭക്ഷണം കിട്ടുന്ന എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. അവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം ഏതൊക്കെയാണ് മുസ്ലിം ഹോട്ടൽ എന്ന്. അപ്പോൾ അവർക്ക് അനുസൃതമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും, അവിടെ പോയി കഴിക്കുകയും ചെയ്യും. അവർ ഈ മുസ്ലിങ്ങൾ അവരെ ആകർഷിക്കാൻ വേണ്ടി, മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, ഹിന്ദുവിൻ്റെ പേരിൽ ഇഞ്ഞൊട്ടില്ലല്ലോ. കയറി കഴിഞ്ഞാൽ വല്ല 2 ദോശ കഴിഞ്ഞാൽ കഴിഞ്ഞു, പൈസയില്ല. മുസ്ലിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ അവർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പറയും നമുക്കിന്ന് നമുക്കിന്ന് ഹോട്ടലിൽ പോകാം. അവർ ഹോട്ടലിൽ കയറും. അപ്പം അവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹലാൽ ഫുഡ് കിട്ടും, ഹലാൽ ഫുഡ് ഇവിടെ കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുള്ളത് ആരാന്നറിയോ? മുഴുവൻ ഹിന്ദുക്കളാണ്. അപ്പം ഏറ്റവും രസം, ഈ ഹലാൽ ഫുഡിൻ്റെ ബോർഡ് എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ അകമ്പുറം നക്കിയിരിക്കുക, മറ്റെല്ലാ വിധത്തിലും നഷ്ടവും വരുന്നത് ഈ ഹിന്ദുക്കൾക്കാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ നടത്തുന്ന ഹോട്ടലിൽ മുഴുവൻ ഹലാൽ ഭക്ഷണമാണ്. അവർ കോഴി ഇറക്കുന്നുണ്ടെങ്കിൽ പോലും ആ കോഴിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ച് അതൊന്നുമല്ല. അവിടെയുണ്ട് അവർക്ക് ബിസ്മി ചൊല്ലിയിട്ട് അവർക്ക് ചില കാര്യങ്ങളുണ്ട്.
ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അങ്ങനെ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അറബി ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ. അത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് ചെറിയ ഹോട്ടലാണെങ്കിലും വലിയ ഹോട്ടലാണെങ്കിലും അവരന്നും ഇന്നും എന്നും ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അവരുടെ ഹോട്ടലിൽ ഇവിടെ ഹലാൽ ഭക്ഷണം കിട്ടുമെന്ന് പ്രത്യേകം എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കൾ എഴുതി വെക്കണം. കാരണം ഹിന്ദുക്കളുടെ അവിടെ പ്രത്യേകം പറയണം, ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം ഹലാലാണെന്ന് പ്രത്യേകം പറയണം. ഇത് ഇന്നും തുടങ്ങിയതല്ല. പണ്ടിവിടെ ഹോട്ടലിന് പോലെ ബ്രാഹ്മണാർകൾ സാപ്പിടും സ്ഥലം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വേറെ എങ്കിലും ചൂത്രനും കീത്രനൊക്കെ കയറി വന്ന് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോന്ന് പറയുമായിരുന്നല്ലോ. ഈ കണ്ട പെണ്ണുപിള്ളയുടെ അച്ഛൻ അവിടെ കയറിയേണ്ടി പറയും, ഇറങ്ങിപ്പോടോന്ന് പറയും. നായർക്കും അവിടെ കയറാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. നമ്പൂതിരി പരിപ്പൊടി ആരും അതിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയ സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുക നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന മാങ്ങാക്കറി, മറ്റേ കടുമാങ്ങ അച്ചാർ എന്ന്. അതേ കമ്പനിക്കാർ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന നാരങ്ങ അച്ചാർ, നമ്പൂരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന പുട്ടുപൊടി, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുഴുവൻ നമ്പൂരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന സാധനങ്ങളാണ്. അതിന് ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരാരാണ്? ഒരു കാലഘട്ടത്തിൽ നമ്പൂരിമാർ തയ്യാറാക്കി കൊടുത്തിരുന്ന, ആർക്കാണ് തയ്യാറാക്കി കൊടുത്തിരുന്നത് നമുക്കറിയാമല്ലോ. നമ്പൂരിമാർ തയ്യാറാക്കുന്നത് നമ്മുടെ വയറ്റിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വർഗം കേരളത്തിലുണ്ട്. അവർ പറയേണ്ട ആവശ്യമില്ലല്ലോ. സംബന്ധബാന്ധവത്തിൻ്റെ അല്ലെ മന്നത്ത് വരട്ടാൻ പറഞ്ഞത്, വലിച്ചെറിയില്ല കിണ്ടിയും വെള്ളമെന്ന് പറഞ്ഞത് നായന്മാരോട്. ഇപ്പൊ പിന്നെ രാത്രി അരിക്രാന്തിലായിട്ട് ഇറങ്ങി തിരിക്കാൻ പറ്റില്ല സംബന്ധത്തിന്. ഇവിടെ പിള്ളേരുണ്ട്, നല്ല നല്ല കിണുക്ക് വെച്ച് കൊടുക്കും. എന്നാലും നമ്പൂരി തയ്യാറാക്കിയത് വയറ്റിലുണ്ടാവണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവരാണ് പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഏട്ടാ മാങ്ങാച്ചാർ കുറച്ച് ഇങ്ങനെ നക്കിയിട്ട് പറയാലോ, നമ്പൂരി ഉണ്ടാക്കിയത് എൻ്റെ വയറ്റിലുണ്ട് എന്ന് പറയാലോ. അതന്നെ സത്യം. അപ്പൊ ഞാൻ പോയിട്ട് കടക്കാരോട് ചോദിച്ചു, നമസ്കാരം. പറഞ്ഞു, ആ നമസ്കാരം സ്വാമി. CPM ഉണ്ടാക്കിയ അച്ചാർ കൂടി ഉണ്ടോ ചോദിച്ചു. CPM ഇല്ല, അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല. CPI ഉണ്ടാക്കിയതോ? അതും കേട്ടിട്ടില്ലല്ലോ. എന്താ ചന്ദ്ര അങ്ങോട്ട് വന്നേ, CPMന്റെ അച്ചാർ കൂടി ഉണ്ടോ? ഏയ്, അതെന്താ CPMന്റെ അച്ചാർ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അച്ചാർ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന അച്ചാറുണ്ടോന്ന് ഞാൻ ചോദിച്ചു സുഹൃത്തെ. അയ്യോ അതുകൂടി ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന അച്ചാർ ഞാൻ കഴിക്കാറുള്ളൂ. നിങ്ങൾ നമ്പൂരിമാർ മാത്രം തയ്യാറാക്കിയിട്ടുള്ള അച്ചാറല്ലേ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്? അതാണ് കാര്യമല്ലേ? അതെ. അതുകൊണ്ട് ഇനി CPMകാർ വരുമ്പോൾ ചോദിക്കില്ല CPM ഉണ്ടാക്കിയ അച്ചാർ കൂടി ഉണ്ടോ, CPI ഉണ്ടാക്കിയ അച്ചാർ കൂടി ഉണ്ടോ, അത് ചോദിക്കില്ലേ? നാളെ അതോട് നോക്കി കൊണ്ടുവയ്ക്കാൻ. അയാൾ അപ്പം തന്നെ പറഞ്ഞു, അത് നാളത്ത് പാക്ക് ചെയ്ത് അപ്പം തന്നെ പറഞ്ഞു. ചേർപ്പിലുണ്ടായ സംഭവം തൃശ്ശൂർ ചേർപ്പിൽ അപ്പം തന്നെ സാധനം പാക്ക് ചെയ്തു. ഇനി ഈ സാധനം വാങ്ങിക്കണ്ട പറഞ്ഞു. അപ്പം ഇത്ര സാധനങ്ങൾ തുടങ്ങി വെച്ചത് ആരാ? വാസ്തവത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ തുടങ്ങി വെച്ചത് ആരാ? അത് മാത്രമല്ല, കടയുടെ മുമ്പിൽ ശ്രീകൃഷ്ണന്റെ ഒരു രൂപവും ഭദ്രകാളിയുടെ രൂപവും അവിടെ ചട്ടിയും തളികയും അതിനകത്ത് പിന്നെന്താ ഭസ്മവും ചന്ദനവും ഒക്കെ നിറച്ച് വെച്ച് ചന്ദനത്തിന് കത്തിച്ചൊരു വെള്ളമൊക്കെ കത്തിച്ചു വയ്ക്കും. അകത്ത് ചിക്കനും ബിരിയാണിയൊക്കെ ഉണ്ടാവും. അതങ്ങനെ അതൊക്കെയല്ലേ ഹിന്ദുക്കളെ മോശമാക്കുന്ന കാര്യങ്ങൾ. ഇപ്പോഴത്തെ എന്തിനാണ് ഈ അമ്പലം അലങ്കരിച്ച് വെക്കുന്നത്, പോലെ പൂജാമുറി പോലെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്? എന്നിട്ട് അവർ തന്നെ പറയും ഇത് മോശമാണെന്ന് പറയും. അമ്പലത്തിൽ ഇത് കയറ്റാൻ പാടില്ല, വീട്ടിൽ കയറ്റാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് വീടിനകത്ത് പന്നിയിറച്ചിയും കോഴിയിറച്ചിയും ഇതെല്ലാം അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ആരാ തുടങ്ങി വെച്ചത്? ഇവിടെ ആരാ തുടങ്ങി വെച്ചത്? ഇതൊക്കെ ഇവരെ ഹലാൽ ഫുഡ് എന്ന് പണ്ടാരടങ്ങേ, ഹലാൽ ഫുഡ് ഇവിടെ നിഷിദ്ധം എന്ന് പണ്ടാരടങ്ങി എന്ത് വേണ്ടായിക്കോട്ടെ. പക്ഷെ അവർ പറയുന്നത്, അതാണ് ഏറ്റവും രസം, അവർ പറയുന്നത് ഹിന്ദുക്കളോട് മൊത്തം അവർ പറയുന്നത്, ലോകത്തിലുള്ള ഹിന്ദുക്കൾ. ശങ്കരാചാര്യന്മാരൊന്നും ഇവിടെ ഇല്ലല്ലോ. ചിന്മയ മിഷനോ രാമകൃഷ്ണ മിഷനോ അങ്ങനെയുള്ള സന്യാസാശ്രമങ്ങളോ സന്യാസി വര്യന്മാരോ ഇവരാരും ഇല്ലല്ലോ. ചിദാനന്ദപുരി സ്വാമികൾ അത് പറഞ്ഞു വെച്ചാൽ നമുക്ക് മിണ്ടാൻ പറ്റില്ല.
കാരണം അങ്ങനെ ഹിന്ദുവിൻ്റെ വക്താവാണ്, ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പഠിച്ച ആളാണ്, അങ്ങനെ പറയാതെ ഇങ്ങനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ശരി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഇവരാരും വേണ്ടിയിട്ട് ഹിന്ദുക്കളോടുള്ള ആഹ്വാനം, ഈ പെണ്ണുമ്പിള്ള ആരാണ് ഹിന്ദുക്കളെ ആഹ്വാനം നടത്താൻ? ഹിന്ദു എന്ന് പറഞ്ഞ സാധനം, ഹിന്ദു എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാവില്ല. ഹിന്ദു ഒരു സാധനമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഹിന്ദു എന്ന് പറഞ്ഞ സാധനം, ഹിന്ദു എന്ന് പറഞ്ഞ സാമാനം എന്ന് പറയുന്നത് നന്നായി. ഹിന്ദു എന്ന് പറഞ്ഞ സാമാനം എന്ന് പറയാൻ നന്നാ വാസ്തവത്തിൽ. ഹിന്ദു ഒരു കൾച്ചറാണത്, അതൊരു സംസ്കാര പദ്ധതിയാണത്. മോക്ഷ പദ്ധതിയെ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ വഴി മാർഗം കാണിച്ചിരുന്ന സംസ്കാര പദ്ധതിയാണ് ഇവിടെ അത്. ഹിന്ദുക്കളെ മൊത്തം പോയിട്ട് പറയാ ഹിന്ദു പറഞ്ഞ സാമാനം സാധനം ഇവിടെ ഉണ്ടാവില്ല എന്ന് കുറച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഒരു മതവും മറ്റൊരു മതത്തെ വെട്ടി ഹോട്ടലില് ഇവിടെ ഹലാൽ ഭക്ഷണം കിട്ടുന്ന എഴുതി വെച്ചാൽ ഹിന്ദു ഇവിടെ ഇല്ലാണ്ടാവുക. എന്തിനാ അങ്ങനെ ഹിന്ദുയിസം? എന്തിനാ അങ്ങനെ ഒരു ഹിന്ദുയിസം? നമ്മൾ പറയല്ലേ യാച്ചി എന്ന് പറഞ്ഞാൽ തൊങ്ങടെ എൻ്റെ മൂക്ക് തെറിച്ചു പോയി അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. തുമ്മിയ മൂക്ക് തെറിച്ചു മൂത്ര. പിന്നെ എന്തിനാ ഈ അദ്ദേഹത്തിന്റെ പേരെന്താണ്, നമ്മളുടെ മൈക്കൽ ജാക്സൺ മൂക്കൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ മരിക്കുന്ന സമയത്ത്. അവിടെ മൂക്ക് പറ്റിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ മുടിയൊന്നും അദ്ദേഹത്തിന് സ്വന്തമല്ല, നമ്മളൊക്കെ അതാണ് അങ്ങനെ എന്നാണ് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ തുമ്മിക്കഴിഞ്ഞാൽ മൂക്ക് തെറിച്ചു പോകും. ഇതുപോലെ ഹലാൽ ഭക്ഷണം ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും കടയിൽ എഴുതി വെച്ചാൽ നശിച്ചു പോകുന്നതാണോ ഈ സാധനം? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഹിന്ദു എന്ന സാധനം ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല, എനിക്കത് തോന്നിയിട്ടില്ല. ഈ ഹിന്ദു എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ താക്കോൽ കാത്തു സൂക്ഷിപ്പുകാര്, താക്കോൽ സ്ഥാനത്തിരിക്കുന്നവര് സന്യാസിമാര് ജന്മം മുഴുവൻ തപമാക്കിയിട്ട് അതിൻ്റെ ഉള്ളുകളിൽ മുഴുവൻ പഠിച്ച് പ്രസ്ഥാനത്രയം പഠിച്ച് അത് പഠിക്കലും പഠിപ്പിക്കലുമായിട്ട് ജീവിതം മുഴുവൻ തപമാക്കുന്ന ആളുകൾ, അവർക്കും തോന്നിയിട്ടില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. ഹലാലിനൊരു ബോർഡ് വെച്ചാൽ നശിച്ചു പോത്ര ഹിന്ദുമതം. എൻ്റെ പെണ്ണുമ്പിള്ള ഈ ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ ഒരു മുസ്ലിം മതക്കാർക്കും പറ്റില്ല, ക്രിസ്ത്യൻ മതക്കാർക്കും പറ്റില്ല. അതങ്ങനെ ഇവിടെ നിലകൊള്ളും. ഇനി ആ വേറൊരു കാര്യം, അവരാരും അതിന് ശ്രമിക്കുന്നുമില്ല. എൻ്റെ മോൻ ക്ലാസ്സിൽ 3 കാരണം എന്താ? മുമ്പിൽ 2 പേര് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. മുസ്ലിം മതം അവരുടെ രീതിയിൽ അവർ നന്നായി മുന്നോട്ട് പോകുന്നു, ക്രിസ്ത്യൻ മതം അവരുടെ രീതിയിൽ അവർ മുന്നോട്ട് നന്നായിട്ട് പോകുന്നു. എന്തേ നിങ്ങൾ മുന്നോട്ട് പോകാത്തത്? അസൂയ, പൗഷന്യം, പോര്, കുശുമ്പ്, കുതിയാൽവെട്ട്, പാരവെപ്പ് എന്നിത്യാദി നീചമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എല്ലാ ആകർഷണീയതകളും നഷ്ടപ്പെടുത്തി മന്ത്രി സുധാരൻ പറഞ്ഞ പോലെ അങ്ങനെയല്ലേ ഹിന്ദുമതം മുന്നോട്ട് പോകുന്നത്? നിങ്ങളിവിടെ ഹലാൽ ഭക്ഷണം ഇവിടെ കിട്ടില്ല, ഹലാൽ ഭക്ഷണം നിഷിദ്ധം എന്ന് എഴുതി വെക്കുന്നതിന് പകരം പെണ്ണുമ്പിള്ളേ നിങ്ങളവിടെ എഴുതി വെക്കേണ്ടതെന്ന് അറിയാമോ? ശുദ്ധവും സൗമ്യവുമായിട്ടുള്ള ഭക്ഷണം ഇവിടെ കിട്ടുന്ന എഴുതി വെക്കേണ്ടത് നിങ്ങൾ. പ്രാർത്ഥനയോടുകൂടി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് എന്നാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടിയിരുന്നത്. ചീഞ്ഞതും അളിഞ്ഞതുമായിട്ടുള്ള മാംസം അല്ലെങ്കിൽ ചീഞ്ഞതും അളിഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടില്ല എന്നാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടിയിരുന്നത് അവിടെ. അതിന് പകരം നിങ്ങൾ എന്താ എഴുതി വെച്ചത്? നാസ്റ്റി എന്നുള്ള പേരോ, ബാഡ് എന്നുള്ള പേരോ, അഗ്ലി എന്നുള്ള പേരോ ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്ന പോലെ അഗ്ലി ഫുഡ്സ്. ഇതൊരു അറബി വാക്ക് മാത്രമാണ് ഹലാൽ എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ അനുവദിക്കപ്പെട്ടത് അനുവദിക്കാത്ത സാധനം നമ്മൾ വെക്കില്ല. ഗവൺമെന്റ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി തയ്യാറാക്കുന്നത്, ശുദ്ധമായ സ്ഥലത്ത് വെച്ച് ശുദ്ധമായിട്ടുള്ള ആയുധങ്ങളും ശുദ്ധമായ കൈകളെ കൊണ്ടും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവരെന്താ എഴുതി വെച്ചത്? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അറിയുന്നവർ അവിടെ കയറുമോ? വൃത്തികെട്ടത്, അളിഞ്ഞത്, ചീഞ്ഞത്, യാതയാമം ഗതരസം പൂതി പരുഷിതം ചെയ്ത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. ഭഗവത്ഗീത ശ്ലോകമാണിത്. യാതയാമം ഗതരസം, യാമങ്ങൾ കഴിഞ്ഞത് 3 ദിവസം മുമ്പ് ഉണ്ടാക്കിയ സാധനം ഹറാമായിട്ടുള്ളത്. അവരെന്താ എഴുതി വെച്ച്? ഹലാൽ ഫുഡ് ഇവിടെ കിട്ടില്ല എന്ന്, ഹലാൽ ഫുഡ് നിഷിദ്ധമാണെന്ന്. യാതയാമം, കാലങ്ങൾ കഴിഞ്ഞത്, വളിച്ചതും പൊളിച്ചതും. ഗതരസം, അതിന്റെ രസം മുഴുവൻ ചോർന്നുപോയി, എല്ലാ വിധത്തിലുള്ള കലോറി എല്ലാം ചോർന്നുപോയി, ശൂന്യമായി. യാതയാമം ഗതരസം പൂതി പരുഷിതം ചെയ്ത്, നാറ്റവും പുളിയൊക്കെയുണ്ട്. ഉച്ഛിഷ്ടം, ഈ ഹോട്ടൽ എങ്ങനെയാണെന്നറിയാമോ?
അവിടെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ അടുക്കളയിൽ ആഹാരം ബാക്കി വരുമല്ലോ. അതിനുള്ള ഇപ്പം ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ആ ബിരിയാണി ചോറയ്ക്ക് ഒരു ഭാഗത്ത് മാറ്റി വെച്ച് ചിക്കനൊക്കെ എടുത്ത് കഴുകി അവിടെ വെച്ച് പിറ്റേ അതേ ചിക്കൻ തന്നെ വെളിച്ചെണ്ണയിലിട്ടിട്ട് പഴയ വെളിച്ചെണ്ണയിലിട്ട് ഉരുട്ടി കുഴച്ച് കുറേ കൂടി മുളകിട്ട് നമുക്ക് തരും. അതാണ് ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം അഭിചാമേദ്യം, ഉച്ഛിഷ്ടം അഭിച്ച അമേദ്യം. അമേദ്യം ഞാൻ മേധയ്ക്ക് കൊള്ളാത്തത്. ഇവരുടെ ഇവിടെ ഈ ഹലാൽ നിഷിദ്ധം എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഈ പെണ്ണുമ്പിള്ളയുടെ ആഹാരം കഴിച്ചാൽ അത് മേധയ്ക്ക് കൊള്ളാത്തതാണത്. കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. അവിടെ കയറിയിട്ട് അങ്ങനത്തെ സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കരുത്. മേധയ്ക്ക് കൊള്ളാത്തത്, ബുദ്ധിക്ക് കൊള്ളാത്തത്. അങ്ങനെ വൃത്തികെട്ട ആഹാരങ്ങൾ. ഉച്ഛിഷ്ടമി ജാമേദ്യം ഭോജനം താമസപ്രിയം. അത് ഈ താമസിക്കായിട്ടുള്ള ആളുകൾക്ക് കയറാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം അതാണ് എഴുതി വെച്ചത്. ഇവിടെ ഹലാൽ ഭക്ഷണം ഇവിടെ കിട്ടൂല. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ആ സ്ത്രീ നമ്മൾ പൂവിട്ട് പൂജിക്കണം. സത്യം പറഞ്ഞല്ലോ, എൻ്റെ മാംസം ചീഞ്ഞതാണ്, പുളിച്ചതാണ്, വടിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മാംസത്തിനായിട്ട് ഇവിടെ വരണ്ട എന്ന്, ഞാൻ വെക്കുന്ന ആഹാരത്തിനായിട്ട് ഇവിടെ വരണ്ടെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ. ഹലാൽ നിഷിദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദുവിൻ്റെ കാര്യം നിങ്ങൾ വിളിച്ചു പറയരുത്. ഹിന്ദുവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു തന്നെയാണ്. നിങ്ങൾ ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹിന്ദു എന്ന് പറഞ്ഞ സാധനം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഹിന്ദുവിൻ്റെ കാര്യം നിങ്ങൾ വിളിച്ചു പറയരുത്. ഇന്നിവിടെ ഹിന്ദുവിന് ബഹുഭൂരിപക്ഷം വഴി നടക്കുന്നത് പോലും ഇവിടെ ഉണ്ടായ നവോത്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ, സഹോദരൻ അയ്യപ്പൻ, AK ഗോപാലൻ, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, VT പട്ടതിരിപ്പാട്, MRB, പ്രേംജി, ഒക്കെ മഹാപുരുഷന്മാരാണ് അവർ. EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, കേളപ്പജി, കൃഷ്ണപിള്ള സഖാവ്. നവോത്ഥാനം ഇന്നിലും തുടങ്ങിയതല്ല. ഇനി ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച്, ആ ഒരു ആൾക്കാരെ കുറിച്ച് മുഴുവൻ പറയുന്നില്ല. അവരുടെ ഒരു പരമ്പരയാണ്. അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നിവിടെ ഹിന്ദുവിൻ്റെ ബഹുഭൂരിപക്ഷം 90% ആൾക്കാർ ഈ പറഞ്ഞ പെണ്ണുമ്പിള്ളടക്കം ഹോട്ടൽ നടത്തുന്നത് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഏതെങ്കിലും എടുത്ത് ക്രോസ് ബെൽറ്റുകാരൻ ബോണിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ കുറേ എണ്ണുണ്ട് ഹോ 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 എന്ന് പറഞ്ഞിട്ട് വഴി മാറിപ്പോണം. അല്ലെങ്കിൽ അടി കിട്ടും. തിരിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അവൻ ഇത്ര അടി മാറിയിരിക്കണം, ഇവൻ അതിനപ്പുറത്ത് മാറിയിരിക്കണം, അവൻ അതിൻ്റെ അപ്പുറത്ത് മാറിയിരിക്കണം. പട്ടിക്കും കഴുതയ്ക്കും അടുത്തേക്ക് വരാം, പൂച്ചയ്ക്ക് വരാം, എലിക്ക് വരാം. പക്ഷേ പറയിന് വരാൻ പറ്റില്ല, പൊലയിന് വരാൻ പറ്റില്ല, വേട്ടുവിന് വരാൻ പറ്റില്ല, നായർക്ക് വരാൻ പറ്റില്ല, വിശ്വകർമാവിന് വരാൻ പറ്റില്ല, ഈഴവിന് വരാൻ പറ്റില്ല. ഇന്നും അതല്ലേ സ്ഥിതി. അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റില്ല ഇന്നും പല സ്ഥലങ്ങളിലും. ഉത്തരേന്ത്യയിലേക്കും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം അവിടെ പോ എന്ന് പറയുമ്പോൾ അവിടെ ദളിതായിട്ടുള്ള ആളുകളോട് കിണർ പോലും വേറെയാ. ഇത് വേണ്ടത്ര പറഞ്ഞാൽ വീണ്ടും പറയിപ്പിക്കുകയാണത്. ഇന്നും കേരളത്തിലെ സ്ഥിതി അതാണ്. ആരാണ്ടാ പാറായും ചോദിച്ചു കിടക്കണം. നായനാണോ പാറായി, ഈഴവനാണോ പാറായി, തമ്മിൽ യുദ്ധമാണ്. അതാണ് താല്പര്യം. കടയ്ക്ക് അടച്ചുകൂട്ടി ഇറങ്ങുക, എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. അവിടെയാണ് ഹലാലായതും ഹറാമായിട്ടും നിശ്ചയിക്കേണ്ടത്. അമ്പലങ്ങളുടെ മുമ്പിലേക്ക് ബോർഡുകൾ വെച്ചിരുന്നല്ലോ മുമ്പൊക്കെ. ഓരോരുത്തർക്ക് കയറാവുന്ന സാഹചര്യം ഇന്നതാണെന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് കയറാൻ പറ്റില്ല. അശുദ്ധിയുള്ളവർ കയറാൻ പറ്റില്ല. അവിടെ അടിയും തല്ലും വാങ്ങിച്ചു കെട്ടിയിട്ടാണ് കൃഷ്ണപിള്ള സഖാവും എല്ലാവരും കൂടിയിട്ട് അവസാനം ഇതിനകത്ത് പണ്ടാരടങ്ങി ആൾക്കാരെ കയറ്റാൻ തുടങ്ങിയത്. ചിത്രതിരുനാൾ മഹാരാജ അവസാനം ഗതിയില്ലാതെ വന്നപ്പോഴാണ് ഒപ്പിട്ടത് അദ്ദേഹം. പിന്നെ അദ്ദേഹം നല്ലവനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഒപ്പിട്ടു. എല്ലാവരും കയറ്റാന്ന് വൈക്കം സത്യാഗ്രഹം. മഹാത്മജി വരേണ്ട വന്നു. ഹിന്ദുക്കൾക്കും വഴി നടക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. ഹിന്ദുക്കൾക്കും വഴി നടക്കാൻ മുലയും പുറത്തിട്ട് നടക്കണം. പച്ചയ്ക്ക് പറയുന്നു പറഞ്ഞ് വിഷമം തോന്നരുത്. നീ പറയുന്ന പെണ്ണും പിള്ളേക്കും മുലയും പുറത്തിട്ട് നടക്കണം. അവിടേക്ക് ഇങ്ങനെ മൂടിക്കെട്ടാൻ പറ്റില്ല, അടി കിട്ടും. മുല പുറത്തിടറിയെന്ന് പറയും. നിന്റെയും മറ്റേ ആ ബ്ലൗസ് വലിച്ചു കയറും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആഭരണം ഇടാൻ പാടില്ല, അച്ചിപ്പടുമ്പോൾ മുട്ടിന് താഴെ ചിറ്റാൻ പാടില്ല, മേലെ ചിറ്റാൻ പാടില്ല. അപ്പൊ തുടയും പുറത്ത് കാണാമല്ലോ. ഇത് 500 കൊല്ലം മുമ്പത്തെ ചരിത്രം, 1000 കൊല്ലം മുമ്പത്തെ ചരിത്രം അല്ല പറയുന്നത്. ഇന്നലത്തെ ചരിത്രമായി പറയുന്നത്. ഇന്നലത്തെ ചരിത്രം. ആ കാര്യമൊന്നും മറക്കരുത്. അത്തരം കാര്യങ്ങൾ മറക്കരുത്. ഹിന്ദുവിനെ കുത്തി നോവിക്കുന്ന, ഹിന്ദു
ആ ഒരു ഹിന്ദു മണ്ഡലം, ഹിന്ദു എന്ന് പറഞ്ഞാൽ മതത്തെ ഒരു പ്രഹേളിക രൂപമാക്കി മാറ്റിയതിന് ഒരു ഉത്തരവാദിത്തോടെ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഹലാലിനോ ഹറാമിനോ ഇല്ല. അവരവരുടെ കാര്യം നോക്കുന്നു, അവർ വളരുന്നു. ഇവിടെയും വളരുന്നുണ്ട്, അസൂയ വളരുന്നുണ്ട്, പൗശന്യം വളരുന്നുണ്ട്, കുശുമ്പ് വളരുന്നുണ്ട്, കുതിയാൽ വെട്ട് വളരുന്നുണ്ട്, പാരവെപ്പ് വളരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഹിന്ദുക്കളെ ഉപദേശിക്കാൻ നടക്കരുത്. ഞങ്ങളുടെ ഈ ആശ്രമത്തിൽ വന്ന് കയറുന്നത് ഏത് ജാതി നോക്കിയിട്ടല്ല ആശ്രമത്തിൽ കയറുന്നത്, ഏത് ജാതി നോക്കിയിട്ടാണ് ആശ്രമത്തിലെ പൂജാരിമാരെ നിശ്ചയിക്കുന്നത്. പക്ഷെ ഇന്നും ഇവിടെയുള്ള അവർണ സവർണ ഒരു വിഭാഗം ഇവിടെയുണ്ട്. ഇന്നിപ്പോൾ അവര് പഞ്ചപുച്ചടക്കി ഇരിക്കുകയാണ്, രക്ഷയില്ല. പുറത്തു വന്ന് ചിലപ്പോൾ നല്ല പിളങ്ങ് കിട്ടും. കാരണം ഇവിടെ ഭരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഇവിടെ നിന്ന് ജാതി മതത്തിന്റെ പേര് മാറിപ്പോ, അങ്ങോട്ട് മാറിപ്പോ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരിക്കൽ ഭ്രാന്താലയമാക്കി മാറ്റിയുള്ള പരിപാടികൾ ഇപ്പോഴും പറ്റില്ല. അപ്പൊ ഈ കാണിച്ച പെണ്ണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ വെച്ച ഈ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഒന്ന് ഇരുത്തി ചിന്തിക്കുക. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായിട്ടുള്ളത്, നല്ലത്. പിന്നെ അതിന്റെ ഹിഡൻ ലാംഗ്വേജ്, അഭിത ലക്ഷണ വ്യഞ്ജന പലതുണ്ട്. അഭിത എന്താണ്? അനുവദനീയമായത്. അതിൽ ലക്ഷണ വ്യഞ്ജന ആ അർത്ഥങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? പ്രാർത്ഥനയോട് കൂടിയിട്ട്, വൃത്തിയോടുകൂടി, വെടുപ്പോടുകൂടി, നല്ല മനസ്സോടുകൂടി തയ്യാറാക്കുന്ന ആഹാരം ഇവിടെ കിട്ടും എന്നാണ് ഹലാൽ ഭക്ഷണം ഇവിടെ കിട്ടുമെന്ന് വെച്ചതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്ത് എഴുതി വെച്ചിട്ടുള്ളത്? ഹലാൽ നിഷിദ്ധം. നാണമുണ്ടോ നിങ്ങൾക്ക്? വാസ്തവത്തിൽ ഇതിൽ കേൾക്കുകയെങ്കിലും ചെയ്യും. എത്ര ആൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനെക്കുറിച്ച്? കേരളം മുഴുവൻ പ്രതികരിച്ചു. ഈ കേരളം മുഴുവൻ പ്രതികരിച്ചാൽ ഇവിടെ മുസ്ലിങ്ങളാണോ പ്രതികരിച്ചത്? ക്രിസ്ത്യാനിയാണോ പ്രതികരിച്ചത്? ഹിന്ദുക്കൾ പ്രതികരിച്ചു. ഉറപ്പാണ്. ആ ബോട്ടെടുത്ത് മാറ്റിയില്ലെങ്കിൽ നാളെ ഇവിടെ ഗവൺമെന്റ് വരും. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റാ. നിങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല. ചിലപ്പോൾ ബോട്ട് മാത്രമല്ല തല്ലി പൊളിക്കുക. പ്രദേശം ചിലപ്പോൾ അടച്ചു പൂട്ടിയിട്ടുണ്ടാവും. എല്ലാവരും കൂടി അടച്ചു പൂട്ടിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ചെലവാക്കാത്ത ഒരേ ഒരു ഡോളർ മാത്രമേ ഉള്ളൂ. ഡോളർ എല്ലായിടത്തും ചിലവാകും, പക്ഷെ കേരളത്തിൽ മാത്രം ചിലവാവില്ല. അതൊരു പ്രത്യേക ഡോളറാണ്. മത തീവ്രവാദത്തിൻ്റെ ഡോളർ, വെറുപ്പിൻ്റെ മതവിദ്വേഷത്തിൻ്റെ ഡോളർ, അല്ലെങ്കിൽ ആ നാണയം, അത് ഇവിടെ ചിലവാവില്ല. ആ പരിപ്പ് ഇവിടെ എത്ര വേവിച്ചാലും ഇവിടെ വേവില്ല. അതിങ്ങനെ കല്ല് പോലെ കെടുക്കുകയുള്ളൂ. ഇവിടെ പലരും നോക്കിയതാണ്, നിങ്ങളെക്കാൾ മറ്റേ വലിയ വലിയ കൊമ്പുള്ള ആൾക്കാർ പലതും നോക്കിയതാണ് ഈ വിത്തോടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട്. കാലം കുറേ നോക്കാൻ തുടങ്ങിയിട്ട്, മതവിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെക്ക് വിത്ത് കൊണ്ടിടാൻ തുടങ്ങിയിട്ട്. ഏതായാലും ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഹോട്ടലിൻ്റെ മുമ്പിൽ മുഴുവൻ എഴുതി വെക്കണം. മാത്രമല്ല ഹോട്ടലിന് അടുക്കള പോലും ഇനി പുറത്തേക്ക് കാണിക്കണം. ഞാൻ ഇനി അങ്ങനെ കയറുള്ളൂ. ഇനി പലയിടത്തും എല്ലാവരും അതേ പറയുള്ളൂ, ഞങ്ങൾക്ക് അടുക്കള കാണണം. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി എങ്ങനെയാണല്ലോ, ഞങ്ങൾക്ക് അടുക്കള കാണണം, ഞാൻ അടുക്കള കാണിച്ചു തരും. അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ പ്രിവിലേജാണത്. അറിയണ്ടേ അവിടെ ഹലാലാണോ ഹലാലല്ലേ എന്ന് അറിയണ്ടേ? ആയതുകൊണ്ട് ഇനി എല്ലാവരും ചെയ്യേണ്ടത് ശുദ്ധവും സൗമ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ആഹാരം ഇവിടെ കൊടുക്കുള്ളൂ ബോർഡ് വെച്ചേ മതിയാവും. അവർ കാണിച്ചു തരണം. അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള ആഹാരമാണ് ഇവിടെ കൊടുക്കുന്നത് എഴുതി വെച്ചേ മതിയാവും. അത് നിയമമാക്കണം എന്നെൻ്റെ അഭിപ്രായം. എല്ലായിടത്തും എഴുതി വെക്കണം ഹലാൽ ഫുഡ്. ഏതായാലും പല രൂപത്തിലും പല ഭാവത്തിലും ശബരിമലയുടെ പേര് പറഞ്ഞ് കുറെ ഇളക്കാൻ നോക്കി, അത് വിജയിച്ചില്ല. ഇങ്ങനെ പല രൂപത്തിൽ ഇളക്കാൻ നോക്കി. പാലക്കാട് ഒരു ആന ചെത്തപ്പോൾ അത് മറ്റേ മലപ്പുറത്താന്ന് പറഞ്ഞിട്ട് ഒന്ന് വിപ്ലവം ഉണ്ടാക്കാൻ നോക്കി. പല രൂപത്തിലും പല ഭാവത്തിലും നോക്കി. ഇപ്പൊ ഹലാലിന്റെ പേരിലെ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കുന്നത്. മോഹൻലാൽ മഹാഭാരതം സിനിമ എടുക്കാൻ പോകുന്ന സമയത്ത് അത് മാറ്റണം എന്ന് പറഞ്ഞു. നിസ്സാര കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഹീനതരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ എല്ലാം കൊണ്ടിട്ട് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ ചൊറിയ മാന്തുക. അതാരാ ചെയ്യുന്നത്? നിങ്ങളെപ്പോലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഹിന്ദുക്കൾ ചെയ്യുന്നില്ല, ഹിന്ദുക്കൾ ചെയ്യില്ല, ഹിന്ദുക്കൾ ചെയ്യാൻ കഴിയില്ല. അവരുടെ മനസ്സ് അങ്ങനെയാണ്. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഈ വൃത്തികേടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങളത് കൊണ്ട് അവിടെ ഉത്തരേന്ത്യ UP-യിൽ കൊണ്ടുപോയിക്കോ.
യു പിയിൽ ചിലവാകും, കാശ്മീരിലല്ല യു പിയിൽ ചിലവാകും, പക്ഷെ ഇവിടെ ചിലവാകില്ല. ആയതുകൊണ്ട് തന്നെ നാളെ തന്നെ അവിടെ എഴുതി വെക്ക്, എനിക്കൊരു തെറ്റ് പറ്റി, മാപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെക്ക്. ഹലാൽ ഭക്ഷണം നിഷിദ്ധമാണെന്ന്. ആർക്ക്? അത് അവർക്കായിരിക്കും ഹലാൽ ഭക്ഷണം നിഷിദ്ധം. അങ്ങനെ ശീലിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും വെട്ടിക്കൂട്ടി, എവിടെയെങ്കിലും വെട്ടിക്കൂട്ടി. നമസ്കാരം.